റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ പഠന വിഷയമാണ്. നമ്മൾ അതിൻ്റെ 2-ാമത്തെ എപ്പിസോഡാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ദുരുപദേഷ്ടക്കന്മാരും കള്ളപ്രവാചകന്മാരും ജനത്തെ ദൈവത്തിൽ നിന്നകറ്റി, വചനത്തിൽ നിന്നകറ്റി നിത്യമായ നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഈ കാലഘട്ടത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന വെച്ചും പോന്ന ആദിമസഭയുടെ ആദ്യത്തെ ഗ്രൂപ്പ് അങ്ങനെ ചെയ്തെങ്കിൽ നമ്മളും അത് തന്നെ ചെയ്യണം, മറ്റൊന്നാകാൻ പാടില്ല. പഴയ നിയമഭാഗത്തിലെ വെട്ടും കുത്തും കോടതിയും കേസും വഴക്കും എസ്തേറിന്റെ പുസ്തകം പ്രസംഗിച്ച് ആൾക്കാരെ ഇളക്കി മറിക്കുന്ന ശുശ്രൂഷകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഞങ്ങളും അത് ചെയ്തിട്ടുണ്ടെന്നാ എൻ്റെ ഈ ചിന്ത. ഇസ്രായേൽ ജനത്തിനെതിരെ നിന്ന ഹാമാനെയും ശത്രുക്കളെയും കഴുമരത്തിൽ തൂക്കി, സഹോദരങ്ങളെ, നമുക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ നിഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെറ്റിപ്പോയി. പഴയ നിയമത്തിൽ അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ തമ്മിൽ സ്നേഹിക്കാനാ പ്രമാണം. കർത്താവിൻ്റെ ശിഷ്യന്മാർ വചനം പ്രസംഗിച്ച്, സുവിശേഷം പ്രസംഗിച്ച്, വചനം പ്രസംഗിച്ച് അവർ രക്തസാക്ഷികളായ ചരിത്രം തരുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ നിലവാരം എവിടെ നിൽക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്രിസ്തുവിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിച്ചു. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷപ്പെടാൻ വിശ്വാസത്താൽ നീതീകരണം മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. റോമർ 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട് എനിക്കടുത്ത് പറയാൻ. അപ്പം അതേക്ക് പോകുന്നില്ല. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നീതീകരണം. കുറ്റവിമുക്തനാക്കി പാപിയായ മനുഷ്യനെ നീതിമാനായിട്ട് ദൈവം കാണുന്നു. എന്താ കാര്യം? പകരക്കാരനായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ തൻ്റെ പാപത്തെ യേശു ക്രിസ്തു ക്രൂശിൽ ചുമന്നൊഴിച്ചു. ആ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മെ നീതീകരിക്കുന്നു. ജസ്റ്റിഫിക്കേഷൻ, വിശ്വാസത്തിന്റെ ആദ്യത്തെ പടി. ആ നീതീകരണം പ്രാപിച്ചവൻ, പെട്ടെന്ന് ഞാൻ വേറൊരു വാക്യത്തിലേക്ക് വരാം. റോമർ 6:19 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: നിങ്ങളുടെ ജഡത്തിന്റെ ബലിദാന നിമിത്തം ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. സ്തോത്രം. ശ്രദ്ധിക്കേണ്ട വിഷയം, നീതീകരണം പ്രാപിച്ചവൻ, വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ചവൻ പിന്നെ ചെയ്യേണ്ടത് നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിക്കുക. അതാ ഈ റോമാലേഖനം 6:19 വാക്യം വളരെ ശക്തമായി നമുക്ക് തരുന്നൊരു പഠനം. സ്തോത്രം. റോമർ 6:19 ഞാൻ നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി. അപ്പൊ നീതീകരണം പ്രാപിച്ചാൽ എന്ത് ചെയ്യണം? വിശുദ്ധീകരണം പ്രാപിക്കണം. മുമ്പ് പാപം ചെയ്തുകൊണ്ടിരുന്ന അവയവങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച നാം നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിക്കണം. പാപം ചെയ്തുകൊണ്ടിരുന്ന അവയവങ്ങൾ ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നീതി ചെയ്യുക. ആ നീതി ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? വിശുദ്ധീകരണം. നീതീകരണം, വിശുദ്ധീകരണം. അങ്ങനെ വിശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ എന്ത് കിട്ടുന്നു? നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ്. നീതീകരണം പ്രാപിച്ചവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിക്കുമ്പോഴേ തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടുള്ളൂ. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. പിതാക്കന്മാരുടെ പഠിപ്പിക്കലാണ് ഞാൻ ഈ പറയുന്നത്. ഇന്നത്തെ ഉപദേശമാരുടെ പഠിപ്പിക്കലൊന്നുമില്ല. ഇന്നിപ്പോൾ അതൊന്നും അങ്ങനെയൊന്നും ആരും ഒന്നും പഠിപ്പിക്കുന്നില്ല. വളരെ ദുർലഭമാണ്. നീതീകരണത്തെക്കുറിച്ച് നാളൊരു പാസ്റ്റർ പ്രസംഗിച്ചു, എനിക്ക് വളരെ ഇഷ്ടമായി.
പക്ഷെ അതുകൊണ്ട് വിഷയം സബ്ജക്റ്റ് പൂർണ്ണമാകുന്നില്ല. നീതീകരണം കൊണ്ട് വിഷയം പൂർണ്ണമാകുന്നില്ല. നീതീകരണം ദൈവപുത്രനിൽ വിശ്വസിച്ചപ്പോൾ പിതാവെ നമ്മെ നീതീകരിച്ചു. അത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടിയതാ. ഇനി വിശുദ്ധീകരണത്തിന് വില കൊടുക്കണം. അവസാന ശ്വാസം പോകുന്നവരെയും ദൈവവചനം അനുസരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് വിശുദ്ധീകരണം കിട്ടുന്നത്. ആ വിശുദ്ധീകരണത്തിന്റെ അവസാനമാണ് നിത്യജീവൻ. അവസാനം അതവിടെ ഈ 6:19-20 വാക്യമൊക്കെ പറഞ്ഞാൽ ഒന്ന് വായിക്കാൻ വേണ്ടി ഒന്നുകൂടി. ഇപ്പോൾ നിങ്ങൾക്ക് സ്തോത്രം 19 വാക്യം. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കും. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നപ്പോൾ നിങ്ങൾക്ക് നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. എന്നാൽ അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ലജ്ജ തോന്നുന്നില്ല. പാപം ചെയ്തിട്ടിപ്പോൾ ലജ്ജയാ. പാപം ചെയ്യുക പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ അങ്ങനെ പോകുന്നു. എന്നാൽ ഇപ്പോൾ പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം. അപ്പൊ പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതീകരണം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായി നീതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? വിശുദ്ധീകരണം. അതിന്റെ അന്തമാണ് നിത്യജീവൻ. പാപത്തിന്റെ ശമ്പളം പറഞ്ഞപ്പത്രേ ദൈവത്തിന്റെ കൃപാപരമോ കർത്താവ് യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നിത്യജീവൻ കൃപാപരമായിട്ട് തരുന്നു എന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. അത് വെറുതെ കിട്ടത്തില്ല. നീതീകരണം പ്രാപിച്ചവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിത്യജീവനിലേക്ക് നടത്തപ്പെടുന്നത്, അല്ലെങ്കിൽ തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടുന്നത്. ഈ വിഷയം വിട്ടുകളഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിലൊരു ഫ്ലെമിംഗ് എഴുതിയ, അമേരിക്കൻകാരൻ ഫ്ലെമിംഗ് എഴുതിയ ഒരു കമന്ററി പുസ്തകമുണ്ട്. ഞാൻ റോമാലേഖനം 6-ാം അധ്യായം സൂക്ഷ്മമായി പഠിച്ചപ്പോൾ ഈ വിഷയങ്ങളൊന്നും അതിൽ പ്രതിപാദിക്കുന്നില്ല. പുള്ളി എന്തൊക്കെയോ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അന്ന് മനസ്സിലായി, ഈ ബൈബിൾ കമന്ററികളിൽ നമ്മൾ കിടന്ന് തപ്പുന്നത് അപകടമാണ്. അവർക്ക് കിട്ടിയ ഒരു ചെറിയ വെളിപ്പാടിൽ അവർ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. വിഷയത്തിന്റെ ഗൗരവം ഒന്നും അവിടെ കിട്ടത്തില്ല. ഒരൊറ്റ കാരണം ഞാൻ പറയാം, ഉദാഹരണം. പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെ? പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് എങ്ങനെ? ഞങ്ങൾ അതിനെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുന്നവരാ. എൻ്റെ 17-ാം വാക്യം. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി. അപ്പൊ എങ്ങനെ കിട്ടും പാപത്തിന് സ്വാതന്ത്ര്യം? പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിക്കണം. ശ്രദ്ധിക്കണേ, പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിക്കുമ്പോഴാണ് പാപത്തെ സ്വാതന്ത്ര്യം കിട്ടുന്നത്. രക്ഷിക്കപ്പെട്ടതുകൊണ്ട് പാപത്തെ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. സ്നാനപ്പെട്ടുകൊണ്ട് പാപത്തെ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. അഭിഷേകം പ്രാപിച്ചുകൊണ്ടും പാപത്തെ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. പഴയ മനുഷ്യനല്ലേ, കർത്താവിന്റെ വചനം കേട്ടു, ഹൃദയത്തിൽ സംഗ്രഹിച്ചു, അല്ല അത് വിശ്വസിച്ചു, യേശുവിന്റെ പാപത്തിലൂടെ മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വായി കൊണ്ട് നീതിക്കായി ഏറ്റു പറഞ്ഞു, ദൈവബദലായി തീർന്നു. പത്രോസിന്റെ ഭാഷയിൽ കടമെടുത്ത് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് അവിടെ സാധിച്ചു. പാപം ചെയ്തപ്പോൾ മരിച്ചുപോയ നമ്മളിലുള്ള ആത്മാവിന്റെ ആ ഡെഡായ അനുഭവം ജീവനിലേക്ക് നടത്തപ്പെട്ടു. ഉയർപ്പിച്ചു, ജീവിപ്പിച്ചു, ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തി, സ്വർഗീയമായ അനുഭവത്തിലാക്കി. ഇനി ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിലുണ്ട്, അങ്ങോട്ട് പോകുന്നില്ല. ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കാൻ വേണ്ടി ആത്മാവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച ഓരോ വിശ്വാസിയും ദൈവവചനം അനുസരിച്ച് നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആണോ? ഞാൻ വിശുദ്ധനായിരിക്കാം, നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഈ സബ്ജക്റ്റ് ഇന്ന് സാത്താൻ മറച്ചു വെച്ചിരിക്കുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് 2 പാട്ടും പാടി തുള്ളിച്ചാടി സന്തോഷിച്ച് കർത്താവിന്റെ മേശയും പറ്റിച്ച് തോത്രാഴ്ചയും മേടിച്ച് ദശാംശവും മേടിച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ അങ്ങ് ചെന്നെത്തുമെന്നാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത്. തെറ്റിപ്പോയി, അടിപടലം തെറ്റിക്കിടക്കുക. ഞാനത് പറയുമ്പോൾ പലർക്കും വിമർശനം ഉയർന്നു വരാം. കുഴപ്പമില്ല, കമന്റ് ചെയ്തോ. കർത്താവ് തരുന്ന കൃപയ്ക്കനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാൻ ബാധ്യസ്ഥനാണ്. കാരണം ഈ വചനത്തിന്റെ വെളിപ്പാട് ഹൃദയത്തിൽ കിട്ടിപ്പോയി. അതുകൊണ്ടാണ് പിതാക്കന്മാരിൽ നിന്ന് ഈ വചനത്തിന്റെ വെളിപ്പാട് ഹൃദയത്തിൽ കിട്ടിയപ്പോഴാണ് അന്ന് മുതൽ ഇങ്ങനെ പ്രസംഗിക്കാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പാപത്തിന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ
ദൈവവചനം തരുന്ന വ്യവസ്ഥ, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായപ്പോൾ ദൈവത്തിന്റെ ദാസന്മാരായി, ദൈവത്തിന്റെ ദാസന്മാരായി, ദൈവത്തിന്റെ മക്കളായി. ഉപദേശം പഠിച്ചനുസരിക്കണം. റോമാസഭയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം. അല്ലാതെ പല പ്രാവശ്യം ഊന്നി പറയാറുണ്ട്. കാരണം ഈ കാര്യം ഹൃദയത്തിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് പ്രവേശിക്കണം, അല്ലെങ്കിൽ സംഗതി അപകടമാണ്. റോമർ 16:17 സ്വരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ഒന്നപക്ഷകളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ പ്രബോധിപ്പിക്കുന്നു. അവരുടെ അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനല്ല, തങ്ങളുടെ വയറ്റിനെ എത്രയെ സേവിക്കുകയും ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയത്തെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. അപ്പോൾ റോമാസഭയെ പൗലോസ് ഉപദേശം പഠിപ്പിച്ചു, റോമാസഭ ഉപദേശം പഠിച്ചു. ഇന്ന് സഭകളെ ഉപദേശം പഠിപ്പിക്കുന്നില്ല, വ്യക്തികളെ ഉപദേശം പഠിപ്പിക്കുന്നില്ല. പരിണിത ഫലം ഉപദേശം പഠിച്ചനുസരിച്ച് ജീവിച്ച് വിശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയാതെ വിശ്വാസി നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതി തന്നെ നീതീകരിക്കട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം നമ്മൾ, അവസാന ശ്വാസം പോകുന്നവരെയും. പുതിയ നിയമസഭയ്ക്ക് അപ്പോസ്തലന്മാരാൽ ലഭ്യമായ ഉപദേശ സത്യങ്ങൾ വായിച്ച് പഠിച്ച് അനുസരിച്ച് ജീവിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരുന്നാലേ, നീതീകരണം പ്രാപിച്ചവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരുന്നാലേ തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടുകയുള്ളൂ. ചുമ്മാ ഒന്നും തേജസ്കരണം പ്രാപിക്കാൻ പറ്റിയത് വരില്ല. ഹല്ലേലൂയ. റോമർ 8:29 വാക്യം ഞാൻ വായിക്കും, ശ്രദ്ധിക്കണേ. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ മുഖാന്തരം തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുന്നേറിയിരിക്കുന്നു. ഈ വാക്യം 29 വാക്യം, തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനാണ് ദൈവം നമ്മെ മുന്നേമിച്ചത്, ദൈവം നമ്മെ വിളിച്ചത്, ദൈവം നമ്മെ രക്ഷിച്ചത്, ദൈവം നമ്മെ വീണ്ടെടുത്തത്, ദൈവം നമ്മെ സ്വത്രം ദത്തെടുത്തത്, ദൈവം നമ്മെ വേർതിരിച്ചത്. യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് പാട്ടും പാടി ഭൗതിക അനുഗ്രഹങ്ങളെ പ്രാപിച്ച് തലകുത്തനെ ഇവിടെ കിടന്ന് ജീവിച്ചാലൊന്നും അങ്ങോട്ടൊന്നും പോകത്തില്ല. തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകണമെങ്കിൽ ഇതാ കേട്ടോ, ക്രിസ്തുവിന്റെ സ്വഭാവം, അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരണം. സ്വത്രം. ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. 3 കാര്യങ്ങൾ: ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ മനസ്സ്, അവന്റെ ദിവ്യ സ്വഭാവം. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിച്ചനുസരിച്ച് ജീവിച്ച് ഈ 3 വിധ അനുഭവത്തിലേക്ക് ഒരു വിശ്വാസി വരാതെ സ്വർഗരാജ്യമൊന്നും കിട്ടത്തില്ല. പിന്നെ മരിച്ചു കഴിയുമ്പോൾ കൊണ്ടൊന്ന് കുഴിച്ചിട്ടിട്ട് ബെയ്യൂല ദേശത്ത് പോയി നിത്യതയിൽ പോയി പിതാവിന്റെ സന്നിധി ചേർക്കപ്പെട്ടു, അവിടെ പോയിരുന്ന് ഇപ്പൊ ചാപ്പ അടിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയും. അതൊക്കെ ഭംഗിവാക്കിൽ പറഞ്ഞു വിടുന്നത്, അതിലൊന്നും വലിയ വിശേഷതയൊന്നുമില്ല. പേർവിളിക്കും നേരം കാണും എൻപേരും എന്ന് പറഞ്ഞ് പാട്ടൊക്കെ പാടി നമ്മൾ സന്തോഷിച്ചൊക്കെ അങ്ങ് പോകും. അവിടെ ഒരു പേര് വിളിയില്ല, ഒന്നുമില്ല. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് നിൽക്കുകയും ക്രിസ്തുവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കർത്താവിൻ്റെ ഒരു രൂപാന്തരവും കിട്ടും. ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ചോണം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ വിട്ടുപോയ ഒരുത്തരം ദൈവമില്ല. ഇതൊക്കെ വളരെ ഗഹനമായ വിഷയങ്ങളാണ്. ഇതൊന്നും പറഞ്ഞാൽ ആർക്കും വേണ്ട, അങ്ങനത്തെ ഒരു കാലമായി മാറി. വല്ല അനുഗ്രഹങ്ങളെക്കുറിച്ച് പല പ്രാശ്രയം ഉണ്ട്. അനുഗ്രഹം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുക. ഇനി അനുഗ്രഹം എന്നും പറഞ്ഞ് കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഒരു വിഷയവുമില്ല. ദൈവം അനുഗ്രഹിച്ചു പുത്രനിലൂടെ. അത് വിശ്വാസത്താൽ പ്രമാണം അനുസരിച്ച് നമ്മൾ പ്രാപിച്ചെടുക്കുക. അത് ആത്മീയവുമാണ്. നമുക്ക് കുറെ വിദേശ പണമോ കുറെ ഭൗതികങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്നെങ്കിൽ അതൊക്കെ അനുഗ്രഹമാണെന്നൊന്നും ആരും പറഞ്ഞേക്കരുത്, അപകടമാണ്. പുതിയ നിയമ വിശ്വാസിയെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് ആത്മീയമായിട്ടാണ്. വാക്യം എഫേസ്യർ 1:3. അത് അനുഗ്രഹിച്ചിരിക്കുക. എന്നാൽ ഇന്നത്തെ വിശ്വാസി ആത്മീയ പാപ്പരത്തിൽ കഴിയുക, ആത്മീയ ദാരിദ്ര്യത്തിൽ കിടന്ന് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പലരെയും പഠിച്ച് മനസ്സിലാക്കി പറയുന്നൊരു കാര്യമാണ്, വിമർശനമല്ല.
ഇത് കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം എഫേസ്യ ലേഖനമാണെങ്കിലും ഈ റോമാലേഖനത്തിലെ ഈ വിഷയം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് മുമ്പോട്ട് പോകാം. അവൻ മുൻനിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തിരസ്കരിച്ചിരിക്കുന്നു. ദൈവം മുന്നമേ കണ്ടവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, പുത്രനിൽ വിശ്വസിച്ചപ്പോൾ നീതീകരിച്ചു. ഇനി നീതീകരണം പ്രാപിച്ചു, നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേജസ്കരണം കിട്ടും. ഇതെല്ലാം കൂടി കൂട്ടി പഠിക്കുമ്പോഴാണ് വിഷയം കിട്ടുന്നത്. ആ മുൻനിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചു. നീതീകരിച്ചവരെ തേജസ്കരിച്ചു എന്നിവിടെ പറയുന്നത് വിശുദ്ധീകരണത്തിലേക്ക് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ ആ തേജസ്കരണത്തിലേക്ക് നടത്തുന്നത്. ഇല്ലെങ്കിൽ ഇല്ല. അത് നമ്മൾ പല വാക്യങ്ങളെല്ലാം കൂടി എടുത്ത് ഏകോപിച്ച് പഠിക്കുമ്പോഴാണ് ആ പഠനം നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു പഠനം ഇന്നത്തെ ആത്മീയ കോളത്തിൽ ഇല്ലെന്നേ. എന്നെ വളരെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ് ആ പഠനം ഇല്ലെന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസികൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അവർ ചുമ്മാ വന്നിരുന്ന പാട്ടും പാടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പാട്ട് പാടി പാട്ടിലാക്കാന്ന് പണ്ടൊരു ഉപദേശി പറഞ്ഞാൽ അതൊക്കെ 100% ശരിയാണ്. പാട്ട് പാടി എല്ലാത്തിനെയും പാട്ടിലാക്കുക. പൗലോസ് ശീലാസൻ കാരാഗ്രഹത്തിൽ കിടന്ന് പാടിയത് നമ്മൾ പാടിയ പാട്ടൊന്നുമില്ല. അവർ ആത്മാവിൽ സന്തോഷിച്ച് പാടിയതാണ്. ചങ്ങലയൊക്കെ കിടക്കുമ്പോൾ എങ്ങനെയാ ഇന്നത്തെ പാട്ടൊക്കെ അവർ പാടുന്നത്? ഇന്നത്തെ പാട്ട് അന്നുണ്ടോ? ഇന്നത്തെ പാട്ട് അന്നും ഇല്ല, അന്നത്തെ പാട്ട് ഇന്നും ഇല്ല. പോയില്ലേ? ആത്മാവിലുള്ള പാട്ട് ഇന്നില്ലെന്നേ. ആത്മാവിൽ പാടുന്നില്ലെന്നേ. ഒട്ടുക്കത്തെ പാട്ട് പാടി 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 മനുഷ്യനെ പാട്ടിലാക്കുക. എനിക്ക് പാട്ടിനോട് വിരോധമൊന്നുമില്ല, ഞാനും ഒരു പാട്ടുകാരനാണ്. പക്ഷേ വസ്തുനിഷ്ഠമായ ഉപദേശങ്ങൾ നമ്മൾ പഠിച്ചനുസരിക്കണം. പാപത്തിന്റെ ദാസന്മാരായിരുന്നെങ്കിലും പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി. റോമാസഭ ഉപദേശം പഠിപ്പിച്ചു, റോമാസഭ അത് പഠിച്ചു. ഹല്ലേലൂയ. ഈ 6-ാം അധ്യായത്തിന്റെ ഒരു തിരിഞ്ഞു കിടക്കുന്ന ഒരു വിഷയം, നമുക്ക് മനസ്സിലാകാത്തൊരു വിഷയം ഞാൻ ഒന്നുകൂടി പറയില്ല. ബുക്ക് ഓഫ് റോമൻസ് എന്നുള്ള വിഷയം യൂട്യൂബിൽ കിടപ്പുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർ ഇത് കേൾക്കുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തത വരും. ഞാൻ ഒന്നുകൂടി ഈ വിഷയം ഒന്നുകൂടി പറയാൻ താല്പര്യപ്പെടുക. അതിൻ്റെ 19-ാം വാക്യം മുതൽ, നിങ്ങളുടെ ജഡത്തിന്റെ ബലിയുടെ നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. വിശുദ്ധീകരണം കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? നീതി ചെയ്ത് വിശുദ്ധീകരണത്തിന് അടിമകളാക്കി സമർപ്പിക്കണം. നീതി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിശുദ്ധീകരണം കിട്ടുന്നത്. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരെന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നീതിയെക്കുറിച്ച് ഒരു പിടിയില്ലായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അന്ന് നിങ്ങൾക്ക് എന്ത് ഫലമുണ്ടായിരുന്നു? ഒരു ഫലവും ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അതിൻ്റെ അവസാനം മരണം. അപ്പോൾ പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്ത് കിട്ടി? ലജ്ജ. പാപം പ്ലസ് ലജ്ജ, പ്ലസ് ലജ്ജ, പ്ലസ് ലജ്ജ, പ്ലസ് ലജ്ജ. അതിൻ്റെ അവസാനം മരണം, നിത്യമായ മരണം. എന്നാൽ നീതി ചെയ്തപ്പോഴോ വിശുദ്ധീകരണം. നീതി ചെയ്യുക പ്ലസ് വിശുദ്ധീകരണം, പ്ലസ് വിശുദ്ധീകരണം, പ്ലസ് വിശുദ്ധീകരണം ഈക്വൽ ടു നിത്യജീവൻ. അതെവിടെ പഠിപ്പിക്കുന്നത്? ഇതാദ്യമായിട്ടൊരു 94-കാരനായ ഒരു പാസ് പ്രസംഗിച്ചപ്പോഴേ തലയിലോട്ട് കയറിയത്. അദ്ദേഹത്തെ എല്ലാവരും കൂടി കരിവാരി തേച്ചു. അത് കരിവാരി തേച്ചതിൻ്റെ കാരണമൊന്നുമില്ല, ഒരു ബോധമില്ലാത്ത നിലയിൽ ഇത് കാര്യം മനസ്സിലാക്കിയോണ്ട്. ഈ പറയുന്നത് എന്താണെന്ന് ഗ്രഹിക്കണ്ടേ? രണ്ടാം പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, ധൈര്യം ഇരുന്നുള്ളൂ, വല്ലവരും മനസ്സിലായോ? അതുപോലെ ഇന്നത്തെ പെന്തക്കോസ്തുകാരുടെ വായനവും പ്രസംഗമൊക്കെ അത് തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ പറയുക. ഞങ്ങളെ ദൈവദിനം പഠിപ്പിച്ച ദിവസം എപ്പോഴും പറയാറുണ്ട്, ഒരു വാക്യം വായിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുക. ആ വായിച്ച വിഷയത്തിലേക്ക് വാ. റോമലേഖനം 6-ാം അധ്യായം ശരിക്കും പഠിക്കണം. നമ്മൾ യൂട്യൂബിൽ കിടപ്പുണ്ട്, ബുക്ക് ഓഫ് റോമൻ ചാപ്റ്റർ 6. ഒരു നീല ബോർഡറൊക്കെ കൊടുത്ത് കിടപ്പുണ്ട്. ബൈബിൾ സ്റ്റഡി ബാർ പാസ്റ്റർ സാമ്പോളം നടിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. ബൈബിൾ സ്റ്റഡി ബാർ ഒരു ചരഞ്ഞ ലൈൻ പാസ്റ്റർ സാമ്പോളം നടിച്ചു കഴിഞ്ഞാൽ മെസ്സേജ് കയറി വരും, നിങ്ങൾക്ക് കേൾക്കാം. ബുക്ക് ഓഫ് റോമൻ 3-4 എപ്പിസോഡൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് അപ്ലോഡ് ചെയ്തതാണ്. ഇത്ര മനോഹരമായൊരു പഠനമാണെന്നറിയാം. കണ്ട് ചപ്പും ചവറും പ്രസംഗിച്ച് കൂട്ടുമ്പോൾ അത് കേൾക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. വസ്തുനിഷ്ഠമായ ആത്മീയ സത്യങ്ങളെ പ്രസംഗിച്ചാൽ 50, 30, 40 പേരെ കേൾക്കുന്നത്. കാരണം എന്താ? വചനം ആർക്കും വേണ്ട. ഏലി പുരോഹിതന്റെ കാലത്ത് വചനം ദുർലഭമായിരുന്നു എന്ന് പറയുന്ന പോലെ
ഈ കർത്താവിന്റെ വരവിന് മുൻപ് ആത്മീക കുരുടന്മാരും ആത്മീക ദരിദ്രന്മാരും ആത്മീക നഗ്നന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. അവരെ ആത്മീക ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ, ആത്മീയ അന്ധതയിൽ നിന്ന് കരകയറ്റാൻ, ആത്മീയ കുരുടായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്താൻ ആരുമില്ല. ഞങ്ങളൊക്കെ അതാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നേ. ദൈവസഭയുടെ സമ്പത്ത് ഉപനിധിയാ, പഥ്യവചനമാ, പഥ്യോപദേശമാ. സഭ നഷ്ടപ്പെടുത്തിയിരിക്കുക. പഥ്യവചനം പ്രസംഗിച്ചാൽ കേൾക്കാൻ ആളില്ല. ചപ്പൻ ചവറും പറഞ്ഞാൽ കേൾക്കാൻ ആളുണ്ട്. അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞാൽ കേൾക്കാൻ ആളുണ്ട്. വിശുദ്ധീകരണത്തെക്കുറിച്ചും ഇപ്പം നമ്മളിവിടെ നീതീകരണം, വിശ്വാസ നീതീകരണം പ്രാപിച്ച്, നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടുമെന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ ആളില്ല. എന്നാൽ അത് മനസ്സിലാകത്തില്ല. അതാ എൻ്റെ കാര്യം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കും. വരം ലഭിച്ചവർക്ക് ഇത് കിട്ടത്തുള്ളൂ, അല്ലാത്തവർക്ക് കിട്ടത്തില്ല. കിടന്ന് കയ്യും കാലും ഇട്ട് അടിച്ചിട്ട് ഒരു കഥയില്ല. കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഒരു ജ്ഞാനം കുറവാണെങ്കിൽ ഫലസിക്കാതെ എല്ലാവർക്കും അവതാരമായി കൊടുക്കും. ദൈവത്തോട് യാചിക്കട്ടെ. ദൈവിക ജ്ഞാനം, ആത്മീക ജ്ഞാനം, സ്വർഗീയ ജ്ഞാനം നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നമുക്കത് തരും. അപ്പോഴാണ് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ പാപം ചെയ്യുമ്പോൾ ലജ്ജ ഉണ്ടാകുന്നു. പ്ലസ് ലജ്ജ, പ്ലസ് ലജ്ജ, പ്ലസ് ലജ്ജ ആത്മമരണത്തിലേക്ക് പോകുന്നു. നീതി ചെയ്യുമ്പോൾ വിശുദ്ധീകരണം ഉണ്ടാകുന്നു. പ്ലസ് വിശുദ്ധീകരണം, പ്ലസ് വിശുദ്ധീകരണം, പ്ലസ് വിശുദ്ധീകരണം നിത്യജീവനിലേക്ക് നടത്തപ്പെടുന്നു. ഇത് വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ, ഉപദേശമായത്. ഇത് ആരും പഠിപ്പിക്കാത്തത് കൊണ്ട് പുസ്തകത്തിൽ ഇല്ലാത്തതാവുമോ? അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പഠിപ്പിക്കാൻ പറ്റുമോ? വേദപുസ്തകത്തെക്കുറിച്ച് ഒരു ബോധമില്ലാതെ കിടന്നൊരു അജ്ഞാതകാലം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്ന പിതാക്കന്മാരായ ദൈവവൃത്യന്മാരിൽ നിന്ന് ഈ പഠനം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കണ്ണ് തുറന്നത്. സത്യം പറഞ്ഞാൽ അന്ന് മുതൽ ഞാൻ ഉപദേശം പഠിക്കാൻ തുടങ്ങി. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം, ദ ഫോം ഓഫ് ഡോക്ട്രിൻ, ഉപദേശ രൂപം. ദൈവസഭയ്ക്ക് ലിഖിതമായൊരു ഉപദേശമുണ്ട്. അതിന് ക്രിസ്തുവിന്റെ ഉപദേശമെന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനം ഭക്തിക്കൊത്ത ഉപദേശമെന്നും അപ്പോസ്തലന്മാരുടെ ഉപദേശമെന്നും ക്രിസ്തുവിന്റെ ന്യായപ്രമാണമെന്നും ഗലാത്യർ 6:2 തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. യാക്കോബിന്റെ ലേഖനത്തിൽ രാജകീയ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം. ഈ നിലയിൽ പുതിയ നിയമത്തെക്കുറിച്ച് വ്യക്തമായ പഠനം കിടപ്പുണ്ട്. നമ്മൾ പഠിക്കാത്തതുകൊണ്ട് അതില്ലെന്ന് പറയാൻ പറ്റുമോ? പൂച്ച കണ്ണടച്ച വാലുടിക്കുന്ന പോലെ. എന്നെ ആരും കണ്ടില്ലേ, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് വേദപുസ്തകത്തിന്റെ ഉള്ളിലോട്ട് ഇറങ്ങണം. ഇന്ന് സഭകളിൽ പഥ്യവചനം, പഥ്യോപദേശം പഠിപ്പിക്കുന്നില്ല. ആർക്കും വേണ്ടത് പഥ്യവചനം, പഥ്യോപദേശം പഠിക്കാതെ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും? വൈദ്യര് കൽപ്പിച്ചു തരുന്ന മരുന്ന് മാരകമായ രോഗത്തിന് ഏറ്റവും മരുന്നാണ്. പക്ഷേ പഥ്യം നോക്കണം. എരി, പുളി, ഉപ്പ്, മധുരം, 4 കാര്യങ്ങൾ പാടില്ല. പാടില്ല എന്ന് വെച്ചാൽ പാടില്ല തന്നെ. ഇതെല്ലാം കൂടി 4 ഇഷ്ടം പോലെ കഴിച്ച് മരുന്നും കുടിച്ച സംഗതി ആള് തീർന്നു. അതോടെ പിന്നെ കൂടി കുഴിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ കത്തിച്ചാൽ മതി. ഞാൻ പറയുന്നതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം സഹോദരങ്ങളെ. എനിക്കിത് പറയുമ്പോൾ ഹൃദയത്തിൽ വലിയ വേദനയുണ്ട്. കാരണം ജനം ദൈവവചനം പഠിക്കുന്നില്ല, ഗ്രഹിക്കുന്നില്ല, ആരും പഠിപ്പിക്കുന്നില്ല. വലിയ സ്കോളേഴ്സായിട്ടൊക്കെ പാസ്റ്റർമാരായിട്ട് ഇരിക്കുന്നവരൊക്കെ അവരുടെ ലക്ഷ്യം വേറെന്തൊക്കെയോ ആണ്. എൻ്റെ കൂടെയുള്ള ഒരു അച്ഛനുണ്ട്. അച്ഛൻ പറയും, പാസ്റ്റർമാർക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. അവർ ബൈബിൾ കോളേജിൽ പോയി വചനം പഠിക്കുന്നതിന് അവർക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. ഒന്നിൽ ഒരു നല്ലൊരു പാസ്റ്ററാകണം, അല്ലെങ്കിൽ നല്ലൊരു വേദ അധ്യാപകനാകണം, അല്ലെങ്കിൽ സ്വത്രം അതുകൊണ്ടൊരു വരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒന്ന് ഷൈൻ ചെയ്യണം. ഇതൊക്കെ പലരുടെയും ലക്ഷ്യം. അതൊക്കെ നടക്കുന്നുണ്ട്. വചനം പഠിപ്പിച്ച് ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തേണ്ടതിന് ഏത് മനുഷ്യൻ പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടുകൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ബലത്തോടെ വ്യാപരിക്കുന്നുണ്ട്. വ്യാപാര ശക്തിക്കൊത്തോണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഈ പോരാട്ടമുണ്ടോ? ഈ പഠിപ്പിക്കലുണ്ടോ? കൊലോസ്യർ 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ 2 വാക്യം, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തണം. നമുക്ക് തോത്രാജ്യം ദശാംശം മാത്രം കിട്ടിയാൽ പോരാ.
നമ്മളാൽ വചനം കേൾക്കുന്ന വിശ്വാസികൾ കാഹളം ധ്വനിക്കുമ്പോൾ അവർ മരിച്ചു പോയാൽ ഓർത്തെഴുന്ന് കേൾക്കണം. അവൻ ജീവനോട് ഇരിക്കുന്നെങ്കിൽ രൂപാന്തരം പ്രാപിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ കൊണ്ട് എന്തു പ്രയോജനം? ഇത് പറയുമ്പോൾ സാമ്പാസ് കൊള്ളത്തില്ല, ആള് ശരിയല്ല. എന്താ ശരിയല്ലാത്ത കാര്യം? ഞാൻ സത്യം പറയുകൊണ്ട് നിങ്ങളുടെ ശത്രുവായി പോയി. ഗലാത്യർ 4:16. സത്യം പറഞ്ഞാൽ ശത്രുവാകും. ഇപ്പൊ എന്ത് ചെയ്യാൻ? അതുകൊണ്ട് റോമർ 6 ഭാഗം ശരിക്കും പഠിക്കണം. റോമർ 3 ശരിക്കും പഠിക്കണം. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം ശരിക്കും പഠിക്കണം. എൻ്റെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് എഫെസ്യ ലേഖനത്തിലേക്ക് വരിക. ഇവിടെ ഇത് പറയാനുള്ള കാര്യം, ക്രിസ്തുവിൽ ഒരു പുതു മനുഷ്യനാക്കി നിർത്തി. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഒരേ പുതുമനുഷ്യനാക്കി. ഒരേ പുതുമനുഷ്യൻ. ഒരു പുതുമനുഷ്യൻ എന്നല്ല, പലരും അങ്ങനെയൊക്കെ പറയുന്നത്. ക്രിസ്തുവിൽ ഒരു പുതുമനുഷ്യനാക്കി അല്ല, ഒരേ പുതുമനുഷ്യൻ. ഇരുപക്ഷക്കാർ, യഹൂദനും ജാതിയും ജെന്റിലൈസും യഹൂദന്മാരെയും ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ഒരു പുതുമനുഷ്യനാക്കി. ഇനി ബർബറെന്നോ ശകനെന്നോ യഹൂദനെന്നോ ജാതിയൊന്നോ ആരുമില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ പിതാവ് നീതീകരണം കിട്ടിയവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് ദൈവം പദ്ധതികൾ ഒരുക്കി വെച്ചു. അതിനുള്ള വചനത്തിന്റെ വെളിപ്പാടുകൾ സകല ജ്ഞാനവും വിവേകവുമായി നമുക്ക് തന്നു. അതൊന്നും ആർക്കും പ്രാപിക്കാൻ നേരമില്ല. എല്ലാവരും തേരപ്പാര ഇങ്ങനെ നടക്കുക. ഞാൻ ചോദിക്കാറുണ്ട്, ആരെ കുഴി ചാടിക്കാനാ നിങ്ങൾ നടക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് തമാശ ഭാഷയിൽ. ഒരുവരെ വചനം പ്രസംഗിച്ച് ഒരു 10 പേരെ കൊണ്ട് സ്വർഗത്ത് പോകാൻ നോക്ക് പ്രിയമുള്ളവരെ. ചുമ്മാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നമ്മുടെ ആത്മീയത നശിപ്പിച്ചു കളയാതെ. കുറച്ചു പേര് ഓൾഡ് ഏജ് ഹോം നടത്തുക, കുറച്ച് ചിൽഡ്രൻസിന് കുട്ടികളെ പഠിപ്പിക്കുക, കുറച്ചു പേര് സുവിശേഷത്തിന്റെ പല കാര്യങ്ങളൊക്കെ ചെയ്യുക. അതെല്ലാം ചെയ്തോളൂ, എനിക്കതിലൊന്നും വിരോധമൊന്നുമില്ല. വചനം പഠിപ്പിച്ച് പ്രാപ്തന്മാരാക്കി കർത്താവിൻ്റെ വേണ്ടി ഒരുക്കി നിർത്തിയില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് എനിക്ക് എതിർപ്പ് കൂടുന്നത്. ഞാൻ കാര്യം പറയുന്നുണ്ട്. ഈ കാര്യം പറയാൻ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? നമുക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ? വേദപുസ്തകം പഠിച്ചനുസരിക്കാതെ നമുക്ക് പാപത്തിന് സ്വാതന്ത്ര്യം കിട്ടുമോ? പാപത്തിന് സ്വാതന്ത്ര്യം കിട്ടാതെ നമുക്ക് നിത്യജീവനിലേക്ക് പോകാൻ പറ്റുമോ? ഇന്നത്തെ ആത്മീയരുടെ ഇടയിലെ ഏറ്റവും വലിയ വിഷയം സിൻ, പാപം. വിശ്വാസിയിൽ പാപം, സഭകളിൽ പാപം. പഴയ നിമിത്തിൽ പണ്ടൊരു ഉപദേശി പ്രസംഗിച്ചു, യജമാനനെ കലത്തിൽ മരണം. ഓ, എന്തൊരു ദൂതാന്നറിയോ! കലത്തിൽ മരണം. ഭൂതമാ, മരണമല്ല. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ, സത്യത്തിന്റെ പരിജ്ഞാനം, യേശുക്രിസ്തുവാണ് സത്യം, യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞു, യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ആ പരിജ്ഞാനം കിട്ടി. ഇനി പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി യാഗമില്ല. ആരാ പറയുന്നേ? ആ വാക്യമൊന്നും ആർക്കും വേണ്ടല്ലോ. അങ്ങനെ ഒരു വാക്യം പുസ്തകത്തിലുണ്ടെന്നൊരു ചിന്തയില്ലല്ലോ ആർക്കും. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ വളരെ വേദനയോടാണ് ഇത് വിളിച്ചു പറയുന്നത്. കർത്താവിൻ്റെ വരവായി, കാഹള ശബ്ദം കേൾക്കാൻ നേരമായി. ലോക സംഭവങ്ങൾ മുഴുവൻ വിളിച്ചറിയിക്കുന്നു. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞ പല പ്രവചനങ്ങളും നിറവേറി കഴിഞ്ഞു. ഇപ്പോൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇനി നിറവേറാൻ കുറെ പ്രവചനങ്ങളുണ്ട്. കാര്യം അതിൻ്റെ സമാപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എവിടെ നിൽക്കുന്നു നമ്മുടെ ആത്മരക്ഷ? എവിടെ നിൽക്കുന്നു നമ്മുടെ ആത്മീക ജീവിതം? നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം, വചനവുമായിട്ടുള്ള ബന്ധം, നമ്മുടെ വിശുദ്ധ ജീവിതം, നമ്മുടെ പ്രത്യാശ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? ഒരു പുനഃപരിശോധന നടത്തിയേ. നിങ്ങൾ ആരും ആയിക്കോട്ടെ, ഡോക്ടറോ തന്ത്രിയോ മന്ത്രിയോ ഏത് കാറ്റഗറിപ്പെട്ടവനായിക്കോട്ടെ, ഒരു സാധു ഉപദേശം നിങ്ങളോട് ചോദിക്കുക, എങ്ങനെ ഇരിക്കുന്നു നിങ്ങളുടെ ആത്മീയ ജീവിതം? കാഹളം ധ്വനിച്ചാൽ നിനക്ക് രൂപാന്തരം കിട്ടുമോ? അല്ലെങ്കിൽ അതിനു മുൻപ് നീ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നിനക്ക് ഉയർപ്പ് കിട്ടുമോ? ഈ 2 ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളൂ. മൂന്നാമൊരു ചോദ്യം എനിക്ക് ചോദിക്കാനില്ല ആരോടും. നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ വരുമാനവും നിങ്ങളുടെ ഒക്കോപ്പേഷനും പിന്നെന്താ നിങ്ങളുടെ അതും ഇതൊന്നും എനിക്ക് വിഷയമല്ല. എനിക്കിതൊന്നും അറിയാൻ വേണ്ട.
കർത്താവിൻ്റെ ഒരു പോകാൻ പറ്റുമോ? ഉടന്നിരിപ്പിൻ, സദാകാലം ഉടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാവലത്തോടും കൂടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശത്തിലെ മേഘങ്ങൾ എടുക്കപ്പെടും. ഈ കൂട്ടത്തിൽ നമ്മളുണ്ടോ? രക്ഷിക്കപ്പെട്ട് 10, 30, 40, 50, 60 വർഷമായെന്നും പറഞ്ഞ് യൂറ്റം പറഞ്ഞുകൊണ്ട് നടക്കാതെ ഈ പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടോ സഹോദരങ്ങളെ? ഉണ്ടോ? ഉണ്ടോ? ഹല്ലേലൂയ. 25 വർഷമായി ഒരു വിശ്വാസിയായ ഒരു സഹോദരനെ കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയപ്പെടാനിടയായി. കരുവാറ്റ ബൈബിൾ കോളേജിൽ 3 വർഷം വചനവും പഠിച്ചു പുള്ളി. ഒരു മണ്ണാങ്കട്ട അറിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം.